ഇറാൻ യുദ്ധത്തിലെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ചും യുഎസിന്റെ യുദ്ധോപകരണ ശേഖരങ്ങളെക്കുറിച്ചും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പെന്റഗൺ നൽകുന്ന റിപ്പോർട്ടുകളിൽ അതൃപ്തിയുമായി വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ് എത്തുകയാണ്. വാഷിംഗ്ടണുമായി ബന്ധപ്പെട്ട ഈ വാർത്ത പുറത്തുവന്നതോടെ തന്നെ ഇറാനെ തോൽപ്പിക്കാനാകില്ല എന്ന് മനസ്സിലാവുകയും അമേരിക്ക തോറ്റുകൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യം കൂടുതൽ പേർക്കും മനസ്സിലാവുകയും ചെയ്യുകയാണ്. ഇതാണ് ഇതിൽ മനസ്സിലാക്കി തരുന്നതുമായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം. യുദ്ധത്തിൽ ഇറാൻ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പ്രത്യാക്രമണം നടത്താനുള്ള മതിയായ ആയുധശേഖരമില്ലെന്നും US ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവരുന്നതിനിടയിലാണ് പെന്റഗൺ റിപ്പോർട്ടിലെ ആധികാരികതയിൽ സംശയമുന്നയിച്ച് വൈസ് പ്രസിഡന്റ് രംഗത്തെത്തിയിരിക്കുന്നത്. അമേരിക്കൻ മാധ്യമമായ അറ്റ്ലാന്റിക് ആണ് വാൻസിന്റെ അതൃപ്തി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതോടെ നിരവധി പേർ ഈ ഒരു വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ഇപ്പോൾ ഇറാനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് അടിസ്ഥാനമായി കാണുകയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും ഓരോ പ്രശ്നത്തിലേക്കാണ് ഇത് നീങ്ങുന്നതെന്നും മനസ്സിലാകുന്നതോടെ ഇത്രയും പ്രശ്നങ്ങളിൽ ഇറാൻ തന്നെ ആണവശേഖരം പിടിച്ചെടുക്കാൻ അമേരിക്ക മുതിരുന്നതുകൊണ്ടാണെന്ന് കൂടി മനസ്സിലാക്കണം. യുദ്ധ പുരോഗതിയെക്കുറിച്ചും യുഎസിന്റെ ആയുധ ശേഖരങ്ങളെക്കുറിച്ചും പെന്റഗൺ നൽകിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളിൽ ആധികാരികത ഒന്നിലധികം തന്നെ വാൻസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് വിവരം. ഇതേക്കുറിച്ച് ട്രംപുമായി വാൻസ് നേരത്തെ കൂടിക്കാഴ്ച നടത്തിയിട്ടുമുണ്ട്. നിലവിൽ യുദ്ധത്തിൽ ഇറാൻ ഗുരുതരമായി നാശനഷ്ടങ്ങൾ നേരിടുന്നുണ്ടെന്നും അവർ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തും ജോയിന്റ് ചീഫ് ചെയർമാൻ ഡാൻ കെയ്നും അവകാശവാദം ഉന്നയിച്ചിരുന്നു. പെന്റഗൺ റിപ്പോർട്ടുകൾ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നവയാണെന്ന് വാൻസ് നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും വിഷയത്തിൽ ഗുരുതരമായിട്ടുള്ള ആശങ്കകളും പ്രത്യേകമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നുവെന്നാണ് പറയുന്നത്. യുദ്ധത്തിൽ തന്നെ അമേരിക്കയുടെ ആയുധശേഖരം പകുതിയിലേറെയും തീർന്നെന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത്. അതുമാത്രമല്ല UAE ബേസിൽ തന്നെ അമേരിക്കയ്ക്കുണ്ടായിരുന്ന പക്ഷമെല്ലാം ഇറാൻ അത് തകർത്തടിക്കുകയും അതെല്ലാം അവരുടെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു. ഇതോടെ അമേരിക്കയുടെ പക്കലുള്ള യുദ്ധങ്ങൾ കുറഞ്ഞു വരികയായിരിക്കുമെന്നും അതുപോലെ യുദ്ധം ചെയ്യാനുള്ള ക്രമീകരണങ്ങളും നഷ്ടപ്പെടുമെന്നും പറയുന്നു. അമേരിക്ക പതിയെ നഷ്ടത്തിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാതിരിക്കാനുള്ള ട്രംപിന്റെ ഓരോ വ്യാജേനങ്ങൾ തന്നെയാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതെന്നും പറയുന്നു. അതേസമയം പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആളുകളോടൊപ്പം തന്നെ ഏറ്റെടുക്കുകയും പ്രേക്ഷകരെല്ലാവരും ഇറാന്റെ പക്കലാണെന്ന് പറയുകയും ചെയ്യുന്നതിൽ ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് കൂടി പറയാം. യുദ്ധം 2 മാസം പിന്നിടുമ്പോഴും ഇറാന്റെ മിസൈൽ ശേഖരങ്ങളിൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്ന റിപ്പോർട്ടുകൾ മറ്റൊരു തരത്തിൽ വരുന്നുണ്ട്. താൽക്കാലിക വെടിനിർത്തൽ കാലയളവിൽ അടിസ്ഥാന സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇറാൻ ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നും ഏത് പ്രത്യാക്രമണത്തിനും അവർ സന്നദ്ധരാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നതായി നമുക്ക് അറിയാൻ സാധിക്കുന്നു.